മിസ്റ്റർ അമ്പിളിക്കുട്ടൻ എന്നാ ചിന്തിക്കുന്നേ? അല്ല എന്താലോചിക്കണം എന്ന് ആലോചിച്ചിട്ട് എത്തിപ്പിടിയും കിട്ടുന്നില്ല. അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? 2025 അവസാനിക്കാൻ പോവാ. അതിനൊരു കാര്യമുണ്ട്. നമ്മളെ കൊച്ചകളിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിക്കണം. തന്നെ ഞാൻ മറ്റേ അവരെ പോയി കണ്ടായിരുന്നു. മറ്റേ കബഡി നടത്തി പറയുന്ന അവരില്ലേ, ജോത്സ്യനോ, അവര് പോയി കണ്ട്. അപ്പൊ അവര് പറഞ്ഞ് നിനക്ക് ഈ 2025 കല്യാണ യോഗം ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് മാംഗല്യ യോഗം ഉള്ളത് 58ാമത്തെ വയസ്സിലാണ്. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പെണ്ണുൾപ്പെടെ റെഡിയാണ്. നീ വരിക കെട്ടുക അത്രേ ഉള്ളൂ. നിങ്ങൾക്കല്ലേ അമ്മിളിക്കുട്ടൻ ഒരു വിലയില്ലാത്ത കണ്ട ആവശ്യം വന്നപ്പോ അമ്മിളിക്കുട്ടൻ അല്ലേ ഉള്ളായിരുന്നു. അതാണ് ആ കുട്ടീനെ കാണാൻ കൊതിയാവും. വരി എല്ലാരും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവനെ കൊണ്ടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇതുവരെ എന്റെ ഇവിടെ വരാത്ത എന്റെ ചേട്ട ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എന്നെക്കാട്ടിയും ബുദ്ധിയാണ്. എന്നെ പോലെ ഭയങ്കര നീറ്റാണ് ആള്. ഞാൻ വിളിക്കട്ടാ? പിന്നെ ചേട്ടാ, കിങ്ങിണിക്കുട്ടൻ ചേട്ടാ. എന്തോട്ടെ മീശ എങ്ങനെ? ഞാന് ബ്യൂട്ടി പാർലർ കയറി സ്ട്രൈറ്റ് ചെയ്ത് കല്യാണമൊക്കെ അല്ലേ. ഇവിടെയുള്ള ആൾക്കാർ പറയോ അമ്പിളിക്കുട്ടൻ ചേട്ടൻ കിങ്ങിണിക്കുട്ടൻ പച്ച പരിഷ്കാരിയാണെന്ന്. താങ്ക് യു. ഇതെന്തോ ഇത്? ഇതാ നിനക്ക് ബുദ്ധിയുണ്ടോ? ബുദ്ധിയുണ്ട്. ഉണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ബുദ്ധി നിനക്കല്ലേ. ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. ഇതിനകത്ത് എന്താണെന്ന് നീ ബുദ്ധി ആലോചിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ചിപ്സും നിനക്ക് തരാം. ആലോചിച്ച് ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മുഴുവൻ ചിപ്സും നിനക്ക് തരാം. പപ്സ് അല്ല, ഒരു ക്ലൂതാ. ഇത്തിരി ഉള്ളൂ. ആ പിന്നെ തന്നു കഴിഞ്ഞാൽ അതല്ല ഒരു സൂചന. സൂചന എന്ന് പറഞ്ഞ മഞ്ഞ കളർ പച്ചമാങ്ങ അല്ല. എന്തോന്ന് ഇത് മഞ്ഞ വട്ടത്തിലുള്ള സാധനം. ബോളി. അത് മറ്റേ കളറൊക്കെ വാരി ആഘോഷമല്ലേ? അത് ഹോളി. അതുമല്ല. ഇത് പറയാൻ പറ്റൂല. ഇനി അത്രയും പറയാൻ സൂചന തരാൻ പറ്റുള്ളൂ. കാണിച്ചാ എനിക്ക് അറിഞ്ഞൂടാ. കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ കാണിച്ചു തരാം. ഇതാണ്. അറിഞ്ഞൂടെ? എടാ നോക്കടാ, ചിപ്സ്. ചിപ്സ് ബുദ്ധിയാണോടാ ബുദ്ധി. പിന്നെ ഇവിടത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യേണ്ടത് നീയാണ്. എല്ലാം നോക്കിയല്ല. എടാ ആൾക്കാർ കയറി വരുന്ന ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ ഒരു കോടാലി എടുത്ത് ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിരിക്കുന്നു. എടാ പോയി എടുത്ത് ദൂരെ എറിയടാ. ഞാൻ എടുത്തറിയൂല. ഞാൻ കോടാലി എടുത്ത് എറിഞ്ഞ വേറൊരു കേരളം ഉണ്ടായാലോ. ഞാൻ ചെയ്യൂല. വേണ്ട, എന്നാ പിന്നെ അറിയണ്ട. പിന്നെ കല്യാണത്തിന് മുന്നേ, സദ്യ കഴിക്കുന്നതിന് മുന്നേ ചെറുതൊരെണ്ണം കഴിച്ചാല. എന്റെ ഉണ്ട് തന്നെ. എന്തിനാണ് സാധനം? ഉണ്ണിയപ്പം. എടാ ചെറുതാ. ഉണ്ണിയപ്പം ചെറുതല്ലേ? വലുതോണോ? നെയ്യപ്പം ഉണ്ട്. അതന്നെടാ ഭ്രാന്താ. നമുക്ക് മദ്യ രണ്ടെണ്ണം കീച്ചിയാലോ? നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് അടിക്കാം. വേണ്ട, ഇവിടെ നിന്ന് അടിക്കരുത്. അടിക്കുന്നെങ്കിൽ ഞാൻ മീൻ പിടിക്കാൻ പോകുന്ന കുളമില്ലേ, ആ പുഴക്കര, നമുക്ക് ഈ സദ്യക്കുമ്പോ അവിടെ പോയിരുന്ന് അടിക്കാം. അവിടെ ഇരുന്ന് അടിച്ചാൽ ഭയങ്കര ബൈക്കാണ്. ഞാൻ ഇന്നാൾ അവിടെ മീൻ പിടിക്കാൻ പോയി, ഒരു കുപ്പിയായിട്ട് നല്ല കാറ്റ്. ചെന്നപ്പോഴാണ് ഒരു സംഭവം പറ്റിയത്. ഞാൻ പറ്റിയ ഇരയില്ലേ കൊരുത്തിടാനുള്ള, അതെടുക്കാൻ മറന്നുപോയി. പിന്നെ തിരിച്ചു പോകാൻ പറ്റുമോ? അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു ഓന്ത് വായിലൊരു ഇരയെ വെച്ചോണ്ട് വരുന്നു. ഞാനിഞ്ഞ് പിടിച്ച് ഇര അങ്ങ് തോണ്ടിയിട്ട് ഇത് ഞാൻ ഇരയെടുത്ത്. പാവല്ലേ, എന്റെ വായിരുന്ന ഇരയില്ലേ, പ്രതികാരം ചെയ്യണ്ടേ? ഞാനൊരു 60 മറ്റേ മരുന്നെടുത്ത് അതിന്റെ വായിലോട്ട് ഒഴിച്ചു കൊടുത്തു. വിട്ട് ഞാനിരുന്ന് മീൻ പിടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ ബാക്കിൽ വന്ന് ആരാ ഇങ്ങനെ തോണ്ടുന്നു. ഞാൻ നോക്കിയപ്പോ ഇല്ല, ഓന്ത് ഒരു ഡസൻ ഇരയായിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് എന്റെ മുഖത്തോ കുപ്പിയിലോട്ട് നോക്കിയിട്ട് ഒരു വളിച്ച ചിരി. ഇനി വേണമെന്ന് ഈ സദ്യക്ക് ഇല മുറിയാനും കാര്യം ഏൽപ്പിച്ചത്. ഇല മുറിയാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കോമഡി മാസ്റ്റേഴ്സിന്റെ എഡിറ്ററാണ് പറഞ്ഞു വിട്ടെ ഇല മുറിക്കാൻ. എടാ അതിന്റെ നടുക്ക് ഭാഗമെല്ലാം മുറിച്ചു കളഞ്ഞിട്ട് 2 അറ്റം വെച്ചേക്കുന്നു. മെയിൻ കണ്ടന്റ് പുള്ളി വെട്ടിക്കളയും. അങ്ങനെ ശീലമായി പോയി. നോക്കി നമ്മളിത് പറഞ്ഞോണ്ട് ഇതും വെട്ടിക്കളയും. അതുപോട്ടെ. എടാ പൂജ ചെയ്യുന്ന ആളിനെ വിളിച്ച മറ്റേ പരാക്രമി. പരാക്രമിയല്ല, പരികർമ്മി. അങ്ങനെയൊക്കെയാ. പിന്നെ പുള്ളി വരത്തില്ലെന്ന് പറഞ്ഞ ആദ്യം. എന്ത് കാര്യം? പുള്ളിക്ക് സുഖമില്ലാന്ന്. പുള്ളിക്ക് സുഖമില്ല. പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. പുള്ളി ശംഖ് പതുക്കെ ഊതു. അപ്പൊ ഒന്ന് ശംഖിനൊന്ന് ഡബ് ചെയ്തേക്കണം. അത് പുള്ളി വയറിനാ സുഖമില്ലാത്ത ഉറക്കം ആഞ്ഞു ചോദി കൊടുത്തല്ലേ കല്യാണം ഉണ്ടാവും, കമ്പൻസേഷൻ ആവും. പിന്നെ ഒരു കാര്യം ചെയ്യും, അഖിലിനെ വിളിക്കാം. നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് അഖിലിനെ ഇനി കയറ്റി വിടണേ. സമാനപ്പെട് മാമിയുടെ കാലോട്ട് അനുഗ്രഹം വേണ്ടി
അയ്യോ മോഹൻ. കാട്ടാക്കട കുഞ്ഞമ്മേടെ കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ ദേ, വലിയ മാവൻ, വലിയ മാവൻ. വലിയ മാവൻ. എന്റെ മുത്തശ്ശ ശ്വേത ചേച്ചി ചെന്ന് കയറിക്കൊണ്ടു. കുഴപ്പമില്ലാതെ കിടിലം പെണ്ണാന്ന്. ഏത് നല്ല പെണ്ണ്. ഇനി ഇങ്ങനെ വേണ്ടേ വേണ്ടേ വേണ്ടെന്നാ വേണ്ടെന്നല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴേലും ഞാൻ വന്ന് പറഞ്ഞായിരുന്നു എനിക്ക് കെട്ടാൻ മുട്ടി നിൽക്കാം. വേണ്ടെങ്കിൽ വേണ്ട വാടേ. അല്ലല്ല, പോലെ പോലെ എന്തേലും പറഞ്ഞ ഉടനെ അങ്ങ് പോകും. ഞാൻ കെട്ടാൻ മുട്ടി നിൽക്കാണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെന്നുള്ളല്ലോ, വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. ആ അതല്ലേ പറഞ്ഞത്. അവിടുത്തെ എടുക്ക് അങ്ങോട്ട്. അല്ല എന്നാലുവേ ഇതിപ്പോ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള സാഹചര്യത്തിലേക്കൊക്കെ കല്യാണമില്ല, സോറി, പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ ഞാൻ എന്റെ ഒരു കല്യാണം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഒന്ന് പ്രേമിച്ച് കുറച്ചാൾ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അതിനുശേഷം ഒന്ന് മിങ്കിളൊക്കെ ആയതിനു ശേഷം സത്യത്തിൽ ലവ് മാരേജ് ആണ് പ്ലാൻ ചെയ്ത് വെച്ചത്. ഒരിക്കലും പ്രേമിച്ച് കല്യാണം കഴിക്കരുത്. അത് എടേ, പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് എന്താന്ന് നിനക്ക് അറിയാമോ? നമ്മൾ ആഹാരത്തിൽ നമ്മൾ തന്നെ വിഷം കോരി ഒഴിക്കുന്നതാണ് പ്രേമിച്ചുള്ള കല്യാണം. അപ്പൊ മറ്റേതാ അറേഞ്ച് മാരേജാ എന്നുവെച്ചാൽ നമ്മൾ കഴിക്കാതിരിക്കുന്ന ആഗ്രഹത്തിന് നമ്മളാ ബന്ധുക്കളും വീട്ടുകാരും അയൽക്കാരും എല്ലാവരും കൂടി വിഷം കലക്കി തരും. ഓ അതാണ്. അപ്പൊ രണ്ടായാലും മരണം ഉറപ്പുണ്ട്. അമ്പലിക്കൂട്ട അങ്ങനെ പറയരുത് കേട്ടാ. വിവാഹം എന്നൊക്കെ പറയുന്ന ഒരു പവിത്രമായ ചടങ്ങാണ്. ഒരു കുടുംബ ജീവിതത്തില് ഭാര്യയാണ് കഴുത്ത്, ഭർത്താവാണ് അവന്റെ തല. അപ്പോഴേ പക്ഷെ ഈ കഴുത്ത് വിചാരിക്കണം ഈ തല എങ്ങനെ കറങ്ങണം. ഒരു കാര്യം ഉറപ്പായേട്ടാ, പെണ്ണുമ്പിള്ളേരെ നല്ല ചെറുക്കി കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പെണ്ണുമ്പിള്ളെ പോകത്തൂല. ഇവനെ ഒരുക്കണ്ടേ? ഒരുക്കാം. പൗഡറൊക്കെ പൗഡറൊക്കെ ഇടാം. അങ്ങനെ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കാണ് കേട്. അപ്പൊ തെങ്ങിന്റെ ഇല വന്ന് വീണാലോ നിന്റെ കേട് തീരും. പിന്നല്ല, പൗഡർ എടുത്തോണ്ട് വാ. ഒരുക്കണം. പൗഡർ, എന്തിയ പൗഡർ? പൗഡർ അവിടെ കുട്ടിക്കൂറ പൗഡർ. ഏത് കുട്ടിക്കൂറ പൗഡർ? അത് വേണ്ട, കുട്ടിക്കൂറ വേണ്ട. അതെന്ത്? എവന്റെ പേരെന്താണ്? കുട്ടിയാകില് അതെടുത്ത് ഇട്ട് കൊടുത്താൽ യവൻ കൂറയാവൂലേ? മാറ്റി പിടിക്കാം. വരുമ്പോ ഞാൻ തപ്പച്ചിയാ. തപ്പച്ച് ടപ്പച്ച. ടപ്പച്ചല്ല ടച്ചപ്പ്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യണ്ട. അത് വേണ്ട. അത് വേണ്ട. ഒരു കാര്യം, നമ്മൾ കുറെ പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. നിന്റെ ഫസ്റ്റ് നൈറ്റിൽ കംപ്ലീറ്റ് പ്ലാനിങ് ഞങ്ങളുടെ. താങ്ക് യു. അതെങ്ങനെ എന്റെ അതിനകത്ത് ഞാനല്ലേ പ്ലാൻ ചെയ്യുന്നത്, ഇയാൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനല്ലെന്ന്. നിന്റെ മുറിക്കകത്ത് DJ പാർട്ടി, പിന്നെ ഫ്ലിക്കർ ലൈറ്റ്, പിന്നെ മിന്നി മിന്നി കത്തുന്ന ഒരുപാട് സംഭവങ്ങൾ. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എങ്ങനെ എന്റെ കുഴപ്പമില്ല. 2 മണി വരെ ഉള്ളൂ. പക്ഷെ 2 മണിക്ക് ശേഷം ഞങ്ങളാ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾക്ക് അമ്പലത്തിൽ പരിപാടിയുണ്ട്. അതിന്റെ റിഹേഴ്സൽ ആരെ ഞങ്ങൾ ശല്യപ്പെടുത്തൂല. ദയവ് ഞങ്ങളെ ശല്യപ്പെടുത്തല്ലേ. ഇല്ലില്ല. എന്തോന്ന് പരിപാടി? ചിങ്കാരിമേളം. റെഡിയല്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം, കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോൾ നിനക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ. സ്വാഭാവികം. ഞങ്ങൾ പേരിട്ടാ മതിയോ? അല്ലല്ല, ഇത് ഞാൻ സത്യത്തില് എന്റെ കൊച്ചിനിടാൻ വേണ്ടി ഒരു പേര് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ. അത് സസ്പെൻസ്. അത് മാത്രം പോരാ. പക്ഷെ അത് നമ്മളെ തറവാട് ചേർന്നല്ല. ഇല്ല. നമ്മളെ കുടുംബ പേരൊക്കെ വരണം അതിന്റെ കൂടെ. എന്റെ കുടുംബ പേരെന്തുവാ? പ്ലാപ്പുരിക്കൽ. പ്ലാപ്പുരക്കൽ സസ്പെൻസ്. ഞാൻ ഇട്ടോളാം എന്റെ കൊച്ചിന് പേര്. നിങ്ങൾ കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ല. നമുക്ക് പെണ്ണിനെ വിളിക്കാം. പെണ്ണിനെ വിളിക്കാം. പിന്നെ നിങ്ങളെ കുടുംബത്തിൽ കയറി കല്യാണാലോചിക്കാനുള്ള യോഗ്യതയൊന്നും നമുക്ക് ഇല്ലെന്നറിയാം. എന്നാലും ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങള് ബുദ്ധിയില് ഗംഗാമി, ഞങ്ങളെക്കാളും ഒരു പടി മുകളിൽ. ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളുടെ പ്രിയപ്പെട്ട മങ്ങണിക്കുട്ടിയെ. മോളെ, വാ. ചെവിന്ന് പോയത് പൂവായിരുന്നല്ലേ? ഞാൻ വിരിച്ച് കിളിയായിരിക്കും. ആ, കിണിക്കാനല്ല കിങ്ങിണിയണ്ണ. എന്തോ? ഇതാണ് ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങൾ. എന്റെ ചെറുക്കൻ എവിടെയാ? ചെറുക്കൻ അയക്കുന്ന. ഇത് ഒന്നേ ഉള്ളു. ഇല്ല, ഒന്നേ ഉള്ളു. ഇതൊന്നോ അപ്പോഴത്തേക്ക് അച്ഛൻ നാട് വിട്ടു പോയി. ഇവനെന്നെ കെട്ടോ? അവനെ കൊണ്ട് ഞാൻ കെട്ടിപ്പിക്കും. അയ്യോ, ഇഷ്ടപ്പെട്ടവളെ ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? കല്യാണത്തിന് മുന്നേ നമ്മുടെ കുടുംബത്തിന് പറ്റിയ ഒരു ചെറുക്കനാണോ എന്ന് എന്റെ കയ്യിൽ നിന്നില്ല. ചെറുക്കനാണോന്നും പിന്നെ എന്റെ അണ്ണന്മാർ അത്രയും ബുദ്ധി ഉണ്ടോന്നും എനിക്കൊന്ന് പരിശോധിക്കണം. പരിശോധി. പിന്നെ ഇത് ബുദ്ധിക്ക് ഭയങ്കര ഇത് കൊടുക്കണം. എന്താ ആലോചിച്ച് വേണം പറയാൻ. നിങ്ങളുടെ ബുദ്ധിക്ക് ഒത്തല്ലേ? അപ്പൊ ഇങ്ങോട്ട് കൈ തൊട്ട് കളിച്ചു കയറുന്നുണ്ട്. പിന്നെ പാട്ട് വഴിയാണ് ഞാൻ
ചോദിക്കുന്നത്. നല്ല പാട്ടുകാരിയാ. ഇവളെ പാട്ട് കേട്ടിട്ടേ ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ. വിത്ത് പെർഫോമൻസ്. ഇതാണോ ചോദ്യം? ഇത് പാടിയതായിരുന്നായിരിക്കും. അല്ല. ഇത് ഏത് സിനിമയിലെന്നായിരിക്കും? അല്ല. ഇതിലെ നായകനാണെങ്കിൽ മിഥുൻ ചക്രവർത്തി. അല്ല. പിന്നെ എന്താണ് ചോദ്യം? ചോദ്യം ചോദിക്കും മോളെ. ആലോചിച്ചു. ഈ പാട്ടില് ഒരു രാഗം വന്നിട്ടുണ്ട്. ഇത് കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്. ഏതാണ് ആ സ്ഥലം? ഇപ്പൊ മിക്കവാറും തോറ്റ് സ്റ്റില്ലിടും. ആലോചിച്ച് പറഞ്ഞാ മതി കേട്ടാ. അതിക്ക് അമ്മ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതിനെ കെട്ടിയാ മതിയായിരുന്നു. കാട്ടാക്കട ഉള്ള. എന്താ പറഞ്ഞേ? കാട്ടാക്കട ഉള്ള. I am a disco dancer. കാട്ടാക്കട. അതായിരുന്നു അതിന്റെ ഉത്തരം. വിടങ്ങി ഭാഗ്യമുള്ളത് തന്നെ നീ. അണ്ണാ ഇവനെ ഇത്തിപ്പോലും ബുദ്ധിയുണ്ട്. ബാക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതിന്റെ പേരെന്നാ? അതിന്റെ പേര് നെറ്റി. അതല്ല, ഈ നിക്കുന്നതിന്റെ പേരെന്നാ? അഖിൽ. അണ്ണാ അന്ന് എന്റെ പേര് മാറ്റിട്ട് മലരുന്നാക്കാം. എന്തിന്? അപ്പൊ ആൾക്കാര് പറയല്ലോ അഖിലും മലരും പോണ. ഇഷ്ടപ്പെട്ടാന്ന് ചോദ്യം നിന്നെ ഇഷ്ടപ്പെട്ടാ? എന്നെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നാലേ ഒരു ആഗ്രഹം പറയട്ടെ. കല്യാണം കഴിഞ്ഞാലേ താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തുവോ? അതെന്തിന് താടിയും മുടി നീട്ടി വളർത്തുന്ന? വഴക്കുണ്ടാവുമ്പോഴേ താടിയിലും മുടിയിലും പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് അടിക്കാൻ. അത് വേണ്ട മോളെ. അതെന്ത്? ചുമരി പിടിച്ച് മുഖം ഉരച്ചാലോ? അല്ലെങ്കിൽ ഈ കാന്താരി മോള് വരച്ച് കണ്ണി തേച്ച് കൊടുത്താലോ? അതല്ല രസം. ചെയ്യുന്ന ചെയ്. കുറേ കിടക്കുമ്പോ കണ്ണിൽ ബ്ലേഡ് വെച്ച് വരച്ചാ പോയി. അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സമയമുണ്ടെന്ന്. ചോയ്. പിന്നെ ഇഷ്ടായോ? ഇഷ്ടായി. അന്ന് ഒരാഗ്രഹം കൂടെ പറയട്ടെ. ഈ ഉണ്ടാ? കല്യാണം കഴിഞ്ഞാലേ നമുക്ക് കുഞ്ഞാവി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രം മതി ഫസ്റ്റ് നൈറ്റ്. ഇത് ബുദ്ധിമുട്ടുണ്ടോ? പെങ്ങള് വിഷമിക്കും, ഞങ്ങൾ സമ്മതിക്കില്ല. അയ്യോ അഖിൽ മോളെ ഇനി വല്ലോണ്ടെങ്കിൽ പറഞ്ഞോ മോളെ. കാല് തറയിട്ട് വരക്കില്ലേ മോളെ? വിരൽ ഒരഞ്ഞു തീരും. പിന്നില്ലേ ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. ഇനിയോ? കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഹണിമൂണ് നമുക്ക് മാറി ഹണിമൂണ് വരും. ഹണിമൂണ് വരുമ്പോഴേ എനിക്കൊരു സാധനം വേണം. അതെ നാണം വരുന്നു. അതെ അത് എനിക്കൊരു കുഴിയാനെ പിടിച്ചിട്ട് തീപ്പെട്ടിയുടെ കൂടിനകത്ത് തരുമോ? പറ്റില്ലെങ്കിൽ പറയണം. എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഓ ഇഷ്ടപ്പെട്ടു. എല്ലാരും ഓക്കെ അല്ലേ? താലി എടുക്കാം. താലി എടുത്തോണ്ടോ? താലി എടുക്കാം. എനിക്ക് ഇതുപോലെ സ്നേഹിച്ച് കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എടുക്കാം. താലി കാണുന്നില്ല. താലി കാണുന്നില്ല. അല്ലെ തപ്പ അവിടെ അവിടെ ഉണ്ടോ? എവിടെ കൊണ്ടുവന്നേ? എവിടാ? എവിടുന്ന് എടുത്തോണ്ട് വന്നേ? താലി ഇവിടെ വച്ചിരുന്ന താലി അവിടെ ഉണ്ടോ നോക്കിക്കേ. ചേച്ചിയുടെ അവിടെ ഇതെന്തോന്ന്? ഇത് ചിപ്സ്. അല്ലെ കെട്ടിയേക്കുന്നത്? അത് കളയി പോവാതിരിക്കാൻ വേണ്ടി. എവിടെ കിടന്നത്? ഇത് അവിടെ മണ്ഡപത്തിൽ താഴെ കിടന്നു. മണ്ഡപത്തിന്റെ താഴെ കിടന്നു. താലി നീ ഇത് വെച്ച് കെട്ടാ അപശകുനമാണ്. ഒരിക്കൽ കെട്ടിപ്പോയുണ്ടല്ലേ? അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. പിടിച്ചാണ് നീ ഒരു കാര്യം ചെയ്യും. നമുക്ക് നമ്മളെ കുഞ്ഞു പെങ്ങളുടെ കൈ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കൊടുക്കാം. അവന്റെ കയ്യിൽ എന്നിട്ട് എടു കൈ കഴിഞ്ഞു പോകാൻ നേരെ അഖിലേ കൺഗ്രാറ്റുലേഷൻ. ഹാപ്പി മാരീഡ് ലൈഫ്. സന്തോഷമായിട്ട് വെള്ളം കഴിക്കാം. എന്നാലേ നമുക്ക് ഒരുമിച്ച് വീട്ടിലോട്ട് പോവാ. എന്റെ അന്നപ്പാ പിന്നെ എന്റെ ഈ കൈ വിടല്ലേ? വിടല്ലേ കേട്ടോ? എന്താണെന്താ ചോദിക്കാത്തെ? എന്താ കൈ അതെന്താ അങ്ങനെ പറഞ്ഞ ചോദിക്കാത്ത? എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ എന്റെ വീട് മറന്നു പോകാം. നമുക്ക് ഒരു മിനിറ്റ്. നമ്മളെ കുടുംബത്തേക്ക് കേറി. ഒരു മിനിറ്റ്.
ഞാനതില് അവസാനമായിട്ട് എല്ലാരും ഒന്ന് കണ്ടോട്ടെ. ബൈ. കറങ്ങാതെ വാമണ്ടേ. നിനക്ക് പറ്റിയ ഫാമിലിയുടെ മൊത്തത്തിൽ ഓളം. എന്റെ പെങ്ങൾ മങ്ങണിക്കുട്ടിക്കും അവളുടെ ഭർത്താവ് അഖിലിനും എന്റെ വിളാള മംഗളാളം എങ്ങനെയും ജീവിക്കട്ടെ. അപ്പൊ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാ? നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ്. കതിർ മണ്ഡപത്തിൽ മോതിരം കൊണ്ടുവന്ന ഡപ്പ അത് ഞാൻ എടുക്കും. എന്നാ അതിനകത്തിരിക്കുന്ന റോസ് പേപ്പർ ഞാൻ എടുക്കും. നീ എടുത്തില്ലേ? ഈ പ്രാവശ്യം എനിക്ക് വേണം. പകുതിയെങ്കിലും താടേ. അതുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ പിന്നെ പിടി. ആ